ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അംഗീകാരമുള്ളൂ. ഉപ്പാക്ക് എന്ന് വെച്ചാൽ നല്ല നിർബന്ധം, അച്ചടക്കം, ചിട്ട, അങ്ങനെ പെൺപിള്ളേർ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ജോലിക്ക് പോകണം, അതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. അവള് ജോലിക്കാരിയാണ്, അവൾക്ക് ഇത്ര രൂപ വരുമാനമുണ്ട്, പക്ഷെ അടക്കള പണിക്ക് വരുമാനം ഇല്ലല്ലോ. അതായത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന. അതെ, പിന്നെ എല്ലാവരും ഞാനൊരു വീട്ടമ്മ, അതായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് അവിടെ ഒതുങ്ങിക്കൂടി എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കൊളാഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു? അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെന്റ് എൻ്റെ ഹസ്ബൻഡാണ് 2.5 ലക്ഷം രൂപ മുടക്കിയിരിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഹിച്ചൊരു ഹാർഡ്ഷിപ്സ് ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കും. പിന്നെ 17, 16 വയസ്സുള്ള ചൂന് പഠിക്കുന്ന പിള്ളേർ വരെയും എൻ്റെ ഷോപ്പിൽ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. അതായത് 10,000 രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബ്രാൻഡ് ഇറക്കിയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ഇരിക്കാൻ ഞങ്ങൾക്ക് ചെയറില്ല. ഞങ്ങൾ പെയിന്റ് പാട്ടൊക്കെ അമർത്തിയിട്ട് 2 പെയിന്റ് പാട്ടയുടെ പുറത്ത്, കാരണം ഒന്നുമില്ല, വെറും കടമുറിയും ആ 2 ഞാൻ പറഞ്ഞില്ലേ റാക്കുകളും മാത്രമേ. അവർ ബ്രാൻഡുകാർ എന്നെ വിളിച്ചത്, നിങ്ങളെ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ തരും. ഞങ്ങളോട് ആ ബ്രാൻഡുകാർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ ഈ ഫീൽഡിൽ പുതിയതാണ്. ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെയാണല്ല, കാരണം നമ്മളൊന്നുമല്ല. അപ്പം നമ്മളെ കയ്യിൽ അവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലത് കണ്ണടക്കേണ്ടടുത്ത് കണ്ണടക്കുക തന്നെ വേണം. ഞാനൊരു വീട്ടമ്മയായി ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന ഒരു കൊളാഷിൻ്റെ ഓണറായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് എന്നെ ഇവിടെ എത്തിയത്. നമ്മൾ പറയല്ലേ, ചിറകുകൾ ഉണ്ടെങ്കിൽ ചിറകുകൾ വെച്ച് പറക്കണം.